മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ KPCC പ്രസിഡന്റുമായ MM ഹസൻ നമുക്കൊപ്പം ചേരുകയാണ്. ഇപ്പോൾ ഒരു BJP CPM ഡീൽ സംസ്ഥാനത്തുണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ പറയുന്നത്. അത് ഭയങ്കരമായ സീരിയസ് ആയി, അതായത് UDFന്റെ സാധ്യതകളെ ഇല്ലാതാക്കുന്ന തരത്തിൽ തീവ്രമായി ഉണ്ടോ? ഡീലുണ്ട്, നേരത്തെ ഉണ്ട്, ഇപ്പോഴുണ്ട്. UDFന്റെ സാധ്യതകളെ ഒന്നും അത് തകർക്കയില്ലെന്ന് മാത്രമല്ല, UDFന്റെ സാധ്യതകൾ അത് വർദ്ധിപ്പിക്കും. ഏതൊക്കെ മണ്ഡലത്തിലാണ് അവര്? അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. ഞാൻ പാലക്കാട് എടുത്തു പറഞ്ഞല്ലോ, പ്രതിപക്ഷ നേതാവ് പല മണ്ഡലങ്ങളിലും ഡീലുണ്ട്. ആ ഡീല് പൂർണ്ണമായും ജനങ്ങൾ തകർക്കും. ജനങ്ങളോട് ഞങ്ങൾ തുറന്നു കാണിക്കും. തിരുവനന്തപുരത്ത് ഏതെങ്കിലും മണ്ഡലത്തിൽ അത്തരം ഡീലുണ്ട്? എല്ലായിടും തിരുവനന്തപുരത്തും ഉണ്ട്. ഏത് മണ്ഡലത്തിലാണെന്ന് ഒരാഴ്ച കൂടി കഴിഞ്ഞ് വ്യക്തമായി പറയാം. താങ്കൾ ഇപ്പോൾ KPCC പ്രസിഡന്റ് നിയമസഭയിലേക്ക് മത്സരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് ഒരു പകരക്കാരൻ വേണം. മുമ്പ് ലോക്സഭയിലേക്ക് അദ്ദേഹം മത്സരിച്ചപ്പോൾ അന്നത്തെ KPCC പ്രസിഡന്റ് ഹൈക്കമാൻഡ് ആലോചിച്ച് ചെയ്തോളും. താങ്കൾ മത്സരിക്കാനുള്ള ഒരു താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. പാർട്ടി പിന്നെ അതൊക്കെ പാർട്ടിയല്ലേ, ആര് മത്സരിക്കണം വേണ്ട എന്ന് തീരുമാനം. അതൊക്കെ കഴിഞ്ഞില്ലേ. കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറിയതിനു ശേഷം ഒരു പ്രധാനപ്പെട്ട പദവി MM വരേണ്ടത്. പ്രധാനപ്പെട്ട പദവിയിലാണ്. കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നതമായ സമിതികളിൽ അംഗമാണ്, മുൻ പ്രസിഡന്റാണ്. എത്ര സീറ്റാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്? 100 സീറ്റിലധികം വിജയിക്കും. അതാണ് മുൻ KPCC പ്രസിഡന്റായ MM ഹസൻ. KPCC പ്രസിഡന്റിന്റെ ചുമതല വരുമോ എന്ന അക്കാര്യത്തിലൊക്കെ പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടെന്ന സ്വതസിദ്ധമായ മറുപടിയാണ് പറഞ്ഞത്. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.